പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 10 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥം ഏൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ
നിങ്ങൾക്ക് നീക്കിപ്പോക്കുണ്ടാകണേ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണേ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit of power and grace. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നലെ ഞാൻ ഒരു വചനം പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ല. നമുക്കൊന്ന് വായിക്കാതെ റോമ 8:32. സ്വപുത്രനെ പോലും അടിപൊളി. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ക്രിസ്തുവിന് നൽകിയത് ദാനമാണെന്നുള്ളത് അത് അണ്ടർസ്റ്റുഡാണ്. ഇനിയിപ്പോൾ പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ, നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി. സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത്? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതാ വിഷയം. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതാ വിഷയം. അപ്പൊ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഒഴിവാക്കും. ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും. എന്ത് പ്രയോജനം? അതാണ് വിഷയം. അപ്പം നമ്മളെ പോലുള്ള ഓപ്ഷൻ ഇതാണ്: സമസ്തം ഒഴിവാക്കുക, യേശുക്രിസ്തുവിനെ നേടുക. അവിടെ സമസ്തം ഒഴിവാക്കുന്ന ഒരു രീതി പൗലോസ് പറയും, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്ന് പറയും. ഫിലിപ്പിയർ 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതുകയുമാണ്. അപ്പോഴേ അവനില്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിള് വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് വേസ്റ്റിൻ്റെ മറ്റൊരു വാക്കായിട്ട് മാറും. അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു പാസ്വേഡ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇപ്പം ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പം തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ തുറക്കണമെങ്കിലും ഒക്കെ ആ മൊബൈലിൻ്റെ ഒരു പാസ്വേഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് എല്ലാത്തിനും പാസ്വേഡ് ഉണ്ട്. വഴിയെ പോണ അവർക്ക് ആർക്കും ചവിട്ടി കയറാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. അതുപോലെ തന്നെയാണ് പല വചനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം. പരമപിതാവ് ക്രിസ്തുവിനെ നമുക്ക് തരുന്നതിന്
ഒരു പഞ്ഞവുമില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ്. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ, നമുക്കൊരു വിഷയമുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും വേണ്ട, ഈ ബ്ലോക്കിൽ നിന്ന് 10 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. ആ കോഴിക്കുഞ്ഞ് ഇവിടെ വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ, അതിന് കൂടുണ്ടോ, മറ്റു തരത്തിലുള്ള ഈ ഇത് ട്രെയിൻ ചെയ്യുന്ന, അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ്, എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ സെമിനാറൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള വിഷയങ്ങൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ക്രിസ്തുവിനെ പിതാവിൻ്റെക്ക് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ഇപ്പം മറ്റുള്ളവരുടെ ശത്രുത, ചില ആൾക്കാർ ശത്രുത വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, അപ്പം ക്രിസ്തു വളരത്തില്ല. ചിലർക്ക് പക വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, ക്രിസ്തു വളരത്തില്ല. ചില ദുശ്ശീലങ്ങൾ, അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പം അത് വെച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം അതിന് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരമപിതാവ് നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് തന്നെയല്ല, ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല. ഇത് എല്ലാ മതങ്ങളെപ്പോലെ ഒരു മതമല്ല ഇത്. ഞാൻ 40 കൊല്ലം പൗരോഹിത്യവും 15 കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ 40, 15, 55 കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തെ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15 കൊല്ലം, 10 കൊല്ലം, 50 കൊല്ലം, ഇപ്പം 50 കൊല്ലമായി. 1/2 നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്നാൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല. കാര്യം ഞാൻ 50 കൊല്ലം ഈ വിഷയത്തിൽ ട്രെയിൻ കിട്ടിയ ആളാണ്. 10 കൊല്ലം സെമിനാരിയിലും 40 കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത്. അപ്പോൾ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എൻ്റെ മക്കൾ എന്താ വിഷയം വെച്ചാൽ, ഞാൻ പകർന്നു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച്, ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, ദൈവം പണ്ടും അങ്ങനെയാണ്, അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത്. കഴിവനുസരിച്ച് ഒരാൾക്ക് 10 താലന്തും, ഒരാൾക്ക് 5 താലന്തും, ഒരാൾക്ക് 2 താലന്തും അങ്ങനെ കൊടുക്കും. അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം.